ചില മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് ഞങ്ങളാണ് ചാമ്പ്യന്മാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് UDF LDF അനാവശ്യമായൊരു വിവാദമുണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേലിൽ നിർത്തണമെന്ന്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അതിന് ചൈന പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങളത് പാടില്ല എന്ന് പറയാനുള്ള ഒരു രാജ്യസ്നേഹവും ആ ഒരു ബോധവും ഇവർക്കില്ല. ഗാന്ധി എന്നും വിളിക്കില്ല, കോന്തി എന്നും വിളിക്കില്ല, ഇൻകുലാബെ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിളിച്ച പാർട്ടിയാണ്. അപ്പോൾ ഇപ്പം മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. നമസ്കാരം. രാജ്ഭവനിലെ ഭാരതാംബയുടെ കാവിക്കൊടിയാണ് നിലവിലുള്ള പ്രധാന ചർച്ചാ വിഷയം. അതിപ്പോൾ വലിയ രീതിയിലുള്ള വിവാദം ആയിരിക്കുകയാണ്. ഇടതുപക്ഷം ഉൾപ്പെടെ ഇതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ തുറന്ന പോരിലേക്ക് ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJP നേതാവായ അഡ്വക്കേറ്റ് JR പത്മകുമാർ. ചേട്ടാ, ഒരു പെട്ടെന്നൊരു വിവാദത്തിലേക്ക്, അതായത് ഭാരതാംബയുടെ കൊടി സർക്കാർ ഗവർണർ പോരിലേക്ക് പെട്ടെന്ന് നീങ്ങുന്നു. ഇതിന് പിന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു പെട്ടെന്നുള്ളൊരു വിവാദം ഉണ്ടാകാനുള്ള കാരണം എന്താണ് മനസ്സിലാക്കുന്നത്? അത് നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ തന്നെയാണ്. ചില മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് ഞങ്ങളാണ് ചാമ്പ്യന്മാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് UDF LDF അനാവശ്യമായൊരു വിവാദമുണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വിവാദത്തിൽ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. അത്രയേ ഉള്ളൂ. അത് അല്ല, രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ നടത്തുമ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമല്ലേ. ഗവർണർ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡാണ്. ആ ഹെഡിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ ഗവർണർ രാജ്ഭവനിൽ നടക്കുന്ന രാജ്ഭവൻ ഔദ്യോഗിക പരിപാടികൾ തന്നെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ചിത്രം മാറ്റാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. രാജ്ഭവൻ്റെ ഇതനുസരിച്ച് ഞങ്ങളത് ഇന്നതായിരിക്കും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിശ്ചയിക്കേണ്ട അധികാരം അദ്ദേഹത്തിനാണ്. രാജ്ഭവൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടികൾ മുന്നോട്ട് പോകുക. അതിൽ പങ്കെടുക്കുകയോ പങ്കെടുത്തിരിക്കുകയോ സംസ്ഥാനത്തിലെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ വിവേചനമാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് പങ്കെടുക്കേണ്ടത് പങ്കെടുക്കുക, ഇല്ലാത്തത് പങ്കെടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇത് അനാവശ്യമായൊരു വിവാദമാണ്. നമ്മുടെ സംസ്കാരത്തിനെതിരായി, നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യത്തിനെതിരായിട്ടുള്ള ചില കോണുകളിൽ നിന്ന് വരുന്ന ചില ദുസൂചനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും കവിയധരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പാലസ്തീൻ്റെ കൊടി പിടിക്കുന്നതിന് ഇല്ല, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞിട്ടല്ലോ, ഇന്നലെ നമ്മുടെ സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേലിൽ നിർത്തണമെന്ന്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അതിന് ചൈന പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങളത് പാടില്ല എന്ന് പറയാനുള്ള ഒരു രാജ്യസ്നേഹവും ആ ഒരു ബോധവും ഇവർക്കില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് എപ്പോഴും അവരുടെ മജ്ജയിലും മാംസത്തിലും എല്ലാം ഉള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ നിലപാട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. കേരളത്തിലെ ജനങ്ങൾ ഇവരെ പുറന്തള്ളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഇക്കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അടക്കം എൻ്റെ പിന്നിലിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് എന്നാണ്. അത് ശരിയാണ്. അവർ മഹാത്മാഗാന്ധി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അവരെപ്പോഴും ആ നിലപാട് സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവല്ല ചെറ്റ ബ്രിട്ടീഷ് എപ്പാക്കാരുടെ ചെരുപ്പ് തക്കി എന്ന് വിളിച്ചിട്ടുള്ളവരാണ്. ഗാന്ധി എന്നും വിളിക്കില്ല, കോന്തി എന്നും വിളിക്കില്ല, ഇൻകുലാബെ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിളിച്ച പാർട്ടിയാണ്. അപ്പോൾ ഇപ്പം മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഇതൊരു സർക്കാർ ഗവർണർ പോരിലേക്ക് നീങ്ങുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഗവർണർ പോരിൽ നിന്നും വന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബസ്സിൽ രാജ്ഭവനിൽ നടത്തിയ പരിപാടിയിൽ ഇതിങ്ങനെ വച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിലൊരു വിവാദമുണ്ടാക്കിയത്, വിവാദം ബോധപൂർവ്വം ഉണ്ടാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചില മന്ത്രിമാരാണ്. അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നു ഭാരതാംബയ്ക്ക് കാവിക്കൊടി തന്നെയാണോ എന്നാണ് BJPയുടെ ഉത്തരവ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാരതാംബ എന്നൊരു സങ്കല്പമുണ്ട്. അത് ആ സങ്കല്പത്തിന് എതിരല്ല. ഞങ്ങൾ ആ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആർക്ക് വേണം, എന്ത് വേണമെങ്കിലും, ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വിമർശിക്കാം. ഭാരതാംബ ദേശീയ പതാക വേണം, അല്ലെങ്കിൽ കാവിക്കൊടി വേണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഞങ്ങളൊരു സങ്കല്പത്തിൽ, ഭാരതാംബ എന്നുള്ളൊരു സങ്കല്പത്തിൽ കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും.